ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത് നല്ലൊരു ക്രിയേറ്റീവ് ആഡ് ചെയ്ത് സിറ്റിയുടെ നടുക്കന് അടിപൊളി ഒരു ഹോർഡിങ്ങും വെച്ച് മില്യൺസ് ഓഫ് ആൾക്കാരും കണ്ട് ഏജൻസിക്ക് അടിപൊളി ഒരു അവാർഡും കിട്ടി. പക്ഷേ നിങ്ങളുടെ ബ്രാൻഡിന് കാര്യമായ മാറ്റമൊന്നും വന്നില്ല. സോ മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് നല്ല മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങോ ചെയ്ത് ഒരു മോശം പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിനെ സേവ് ചെയ്യാനാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. ഇമാജിൻ നിങ്ങളൊരു റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസസിനെ കൊണ്ടുവന്നു ഒരുപാട് ഹോർഡിങ്സും വെച്ച് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു. ആൻഡ് ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു 500 വിസിറ്റേഴ്സിനെ കിട്ടി. ഇതിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഒരു മോശം എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ മിനിമം ഇതൊരു 1000 ആൾക്കാരോട് പറയുകയും ചെയ്യും. മാത്രമല്ല ഈ 1000+500 ആൾക്കാർ ആ ഏരിയയിലേക്ക് വരില്ല. നിങ്ങളൊരു മോശം പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് ആൾക്കാർ കാണും. അതിൽ കുറെ പേര് ഇത് ട്രൈ ചെയ്ത് നോക്കുകയും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നെങ്കിൽ അവർ നിങ്ങളുടെ ബ്രാൻഡിനെ ഹേറ്റ് ചെയ്യാനും തുടങ്ങും. അത് മാത്രമല്ല അവർ ഈ എക്സ്പീരിയൻസ് ഒരുപാട് പേരായിട്ട് ഷെയർ ചെയ്യും. സോ ഇനി മുതൽ നെക്സ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഹോർഡിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഓഫേഴ്സ്, ക്ലെയിംസ് എല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ടും റിവ്യൂ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുന്നത് ഗ്രോത്ത് അല്ല, നിങ്ങളുടെ ബ്രാൻഡിന്റെ ഫെയിലിയർ ആയിരിക്കും.